ലെവൽ കൺസേൺ, എക്യുമെനിക്കൽ ആക്ഷൻ ഫോറം, സ്റ്റഡി ഫോറം, പ്രതിഭാവേദി, മിഷൻ ആൻഡ് ഇവാഞ്ചലിസം, സ്പോർട്സ് ആൻഡ് ഗെയിംസ് മുതലായ സബ് കമ്മിറ്റികൾ ശാഖ, സെന്റർ, ഭദ്രാസന കേന്ദ്ര തലങ്ങളിൽ യുവജന സഖ്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. യുവജന സഖ്യം കോട്ടേജ് പ്രയർ, ആനുകാലിക പ്രസക്തിയുള്ള ഡിബേറ്റ്, കലാമേള, റീജിയണൽ കോൺഫറൻസ്, കുട്ടികൾക്കായുള്ള മലയാളം ക്ലാസസ് എന്നീ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഈ വർഷം വിവാഹ ധനസഹായം, ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, സഖ്യം ഗ്രാമം എന്നീ പ്രവൃത്തികൾ നടപ്പാക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും സഹകരണവും നൽകുന്ന തിരുമേനിമാർ, വൈദികർ, ആത്മായ നേതാക്കന്മാർ എന്നിവരുടെ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുകയും സഖ്യം പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്ന് സഖ്യദിനമായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ജീവൻ സ്ഥിരപ്പെടുത്തുന്ന വിശ്വാസം, ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 25 through 34. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു. എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികം! ആകയാൽ ഞാൻ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ അടിയന്റെ വായിൽ ഞങ്ങളുടെ കൂട്ടായ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായി തീരണം. ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്, ജീവൻ നിലനിർത്തുന്ന വിശ്വാസമല്ല, ജീവൻ സ്ഥിരപ്പെടുത്തുന്ന വിശ്വാസം. നമുക്ക് ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് ആഹാരം, ഭക്ഷണം, പാർപ്പിടയും ഒക്കെയും വേണം. എന്നാൽ നമ്മളിന്ന് വായിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. The question is, are you living to survive or sustain your life? So, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ആകെ ജീവിതത്തിന്റെ വളരെ 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 ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഉള്ള എറ്റേണൽ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്ത്, ഔട്ട്സൈഡ് ദ ഗേറ്റ്, ഒരു മനുഷ്യനുണ്ടായിരുന്നു. വ്രണങ്ങൾ നായ നക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ആലോചിച്ചിരുന്നു, ഈ ധനികനായ മനുഷ്യന്റെ തീന്മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന നുറുക്ക് ഭക്ഷണങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ആ മനുഷ്യൻ മരിച്ചു. ദൂതന്മാർ അവനെ ഏബ്രഹാമിന്റെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ ധനികനായ മനുഷ്യന് മരിച്ചു. ധനികനായ മനുഷ്യൻ ചെന്ന സ്ഥലത്ത് അതിയാതന,
താഴേന്ന് ഭയങ്കര ചൂട്, ജ്വാലയിൽ നിൽക്കുകയാണ്. ആകെ ക്ഷീണം, വേദന. അപ്പൊ അദ്ദേഹം മേളിലേക്ക് നോക്കിയപ്പോ കാണുന്ന കാഴ്ച, തന്റെ വീടിന് പുറത്ത് കിടന്നിരുന്ന ലാസർ എന്ന മനുഷ്യൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ ചൂട് കൊണ്ട് ആകെ വരണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ചു, പിതാവേ, ആ ലാസറിന്റെ കയ്യിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി വെള്ളം, തൊണ്ട വരലെ ഒരു തുള്ളി വെള്ളം എനിക്കായിട്ട് തരണമെന്ന്. പിതാവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ രണ്ടു ഭാഗത്തായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വരാനോ സാധിക്കില്ല, ഇതിന് നടുക്ക വലിയൊരു പിളർപ്പുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരാനും സാധിക്കില്ല, അതുകൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് ആയിരിക്കാനേ പറ്റൂ. അപ്പൊ ഈ മനുഷ്യൻ വിചാരിച്ചു, ഇത് സഹിക്കാൻ അസാധ്യം. അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഇതെന്തായാലും ഞാൻ അങ്ങോട്ട് വരലോ, എനിക്ക് വെള്ളം തരലോ നടക്കില്ല. എന്റെ പിതാവിന്റെ വീട്ടിൽ എന്റെ 5 സഹോദരന്മാരുണ്ട്, അവിടേക്ക് ലാസറിനെ പറഞ്ഞു വിടയണമേ. പിതാവ് പറഞ്ഞു വിട്ടിട്ട് ഒരു കാര്യമില്ല. കാര്യം അതിനാണ് മോശയെയും പ്രവാചകന്മാരെയും അവിടെ ആക്കിയിരിക്കുന്നത്. അവരെ വിശ്വസിക്കാത്തവർ ഇവിടുന്ന് അങ്ങോട്ട് ഒരാൾ ഇറങ്ങിച്ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അറിയില്ലെങ്കിൽ പലപ്പോഴും അതൊക്കെ ഒന്ന് ഓർക്കുക. ഈ ഭൂമിയിലെ ജീവിതം വളരെ ചെറുതല്ലോ, അതിനപ്പുറമായിട്ട് വളരെ വലുതായിട്ടുള്ള ഒരു ജീവിതം. നമ്മുടെ ഈ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട്, നമ്മുടെ വിശ്വാസം വളരുവാനായിട്ട്, ജീവിതത്തെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികൾ, വചനങ്ങളെ പഠിക്കുക, വചനങ്ങളെ പഠിപ്പിക്കുക. ഞാന് കോളേജില് ക്യാമ്പസ് ക്രൂസൈഡില് ചേർന്ന് പ്രവർത്തിക്കുന്ന കാലത്ത് മിക്കവാറും ക്യാമ്പസ് ക്രൂസൈഡിലെ മെമ്പേഴ്സ് തന്നെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും പ്രൊഫസേഴ്സ് ഓരോ വിഷയങ്ങളെ ആധാരമാക്കി സംസാരിക്കാറുണ്ടായിരുന്നു. സോ വി ഓൾവേസ് തിങ്ക്, ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ബെറ്റർ, ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് മോർ എഫക്റ്റീവ്. അതുകൊണ്ട് ഞങ്ങളൊരു റിഫ്ലക്ഷൻ മീറ്റിംഗ്, പ്രധാനമായിട്ട് അന്ന് നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടുത്തെ പ്രാസംഗികരെ കുറിച്ച്, പ്രസംഗത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് റിഫ്ലക്ഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു. അപ്പൊ അതിന് ഒരു ദിവസം ടീക്കനെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുന്ന പ്രൊഫസർ ആൻഡ്രൂ അദ്ദേഹം പങ്കെടുക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഞങ്ങൾ ഡിസ്കഷൻ കുറച്ചു നേരം കേട്ടിരുന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രാസംഗികൻ ആര്? ിൽ നിന്ന് പല പല ഉത്തരം വന്നു. മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, ജോൺ എഫ് കെന്നഡി, മാർട്ടിൻ ലൂതർ കിങ്, അഡോൾഫ് ഹിറ്റ്ലർ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ. ഇതെല്ലാം കേട്ടിരുന്നിട്ട് ആ സാറ് പറഞ്ഞു, ലോകം കണ്ടതില് വെച്ച ഏറ്റവും നല്ല പ്രാസംഗികൻ നമ്മുടെ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു അത്രേ. ന്യായപ്രമാണത്തിന്റെ അന്തസ്സത്തയെ പൊരുൾ തിരിച്ചു തന്ന ഒന്നായിരുന്നു കർത്താവിന്റെ ഗിരിപ്രഭാഷണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ 5, 6, 7 അധ്യായങ്ങൾ കർത്താവിന്റെ തന്നെ ജീവിതത്തിന്റെ ധാർമ്മികതയുടെ ഒരു കൈപ്പുസ്തകമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ വിശ്വാസത്തിന് അടിയുറച്ചുള്ള ആ ഒരു വിശ്വാസം, കർത്താവ് പറഞ്ഞത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്രാസംഗികന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വാക്കുകൾ അധികാരമുള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, ഈ അധികാരമുള്ള വാക്കുകളിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റിൽ നോക്കുമ്പോൾ ജീവൻ എന്താണ്? ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് കർത്താവിന്റെ ഒരു മഹാ ചിന്തയോട് കൂടിയാണ്. കർത്താവിന്റെ കയ്യൊപ്പെട്ടിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. ഇന്ന് ഈ ഭൂമിയിൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് ദൈവത്തിന്റെ യാദൃശ്യമായിട്ടല്ല, ദൈവത്തിന്റെ ഒരു മുൻകരുതലോടെയാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. സംശയമുണ്ടോ?
സംശയമുണ്ടെങ്കിൽ നമുക്ക് ബൈബിളിലെ ഹിസ്റ്ററിയിൽ കുറച്ച് പുറകോട്ട് ചിന്തിക്കാം. ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ദൂതൻ അവളോട്, കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ദൂതൻ അവനോട്, സഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അബ്രാഹാമിനോട് പറഞ്ഞതോ, ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടാകും. ഹാനയുടെ കാര്യം നോക്കാം. ഹാന പ്രാർത്ഥിച്ച് കിട്ടിയത് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രവാചകനെ തന്നെ, അതേ ശമൂവേൽ പ്രവാചകനെ തന്നെ. ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഭക്ഷണവും പാർപ്പിടവും കാര്യങ്ങളും ഒക്കെ വേണം. But then the question is, are you worrying about it? കർത്താവ് പറയുന്നു, ഭക്ഷണത്തെക്കുറിച്ചും പാർപ്പിടത്തെക്കുറിച്ചും നീ വ്യാകുലപ്പെടേണ്ട. നമ്മളിന്നൊരു കുഞ്ഞ് നല്ല ബുദ്ധി വെക്കുന്ന സമയം മുതൽ വ്യാകുലതയാണ്. സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷ എങ്ങനെ പഠിക്കും, ക്ലാസ്സിൽ എങ്ങനെ പാസ്സാകും, അത് കഴിഞ്ഞ് പരീക്ഷയൊക്കെ പാസ്സായി ഒരു ജോലി കിട്ടി. ജോലി കിട്ടുമ്പോൾ ജോലി കിട്ടാനായിട്ട് അതിനു മുമ്പേ ഉള്ള പറയും, ജോലി എങ്ങനെ കിട്ടും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് നിർത്താനായിട്ടുള്ള പറയും. എക്കണോമിക് ഡൗൺ ടേൺ, അത് ജോലി എങ്ങനെ നിർത്താനായിട്ട് പറ്റും. ഈ ജോലിയൊക്കെ നന്നായിട്ടൊക്കെ പോകുന്നു, ഒരു കുടുംബമൊക്കെ ഉണ്ടായി, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായി. അപ്പൊ അതിനെ പറയും, എന്റെ കുഞ്ഞിനെ എന്റെ സംസ്കാരത്തിൽ ഞാൻ എങ്ങനെ വളർത്തും. ഇങ്ങനെ വറീസ് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ മരിക്കുന്നതും വരെയും വറീസ് പോയിക്കൊണ്ടേ. എന്നാൽ ഈ വറീസ് കൊണ്ട് നമ്മൾ ഈ വിചാരപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് വളരെ നമുക്ക് നന്നായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമേ നടക്കൂ. അതിനെ മാറ്റാൻ പറ്റും. പ്രാർത്ഥനയുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തോട് അപേക്ഷ ദൈവം മാറ്റാൻ പറ്റും. പക്ഷെ ഈ വറീസ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും തന്നെയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാവിയെ കുറിച്ചുള്ള വ്യാകുലത, അതിനെക്കുറിച്ച് ഒട്ടേറെ വിഷമപ്പെട്ടിട്ട് കാര്യം. Even though there is a clear evidence, scientific evidence, worries are going to shorten your lifespan. Generally says, laugh, സന്തോഷം നിങ്ങളുടെ ലൈഫ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. യേശു ശിഷ്യന്മാരും പടകിൽ യാത്രയാകുകയാണ്. അപ്പോ കൊടുങ്കാറ്റുണ്ടായി. ശിഷ്യന്മാർ വിലപിക്കുകയാണ്, നാഥാ, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് നിനക്ക് വിചാരമില്ലയോ? കർത്താവ് കാറ്റിനെ ശാസിച്ചു, എന്നിട്ട് ചോദിച്ചു, നിന്റെ വിശ്വാസം എവിടെ? Where is your faith? നമ്മുടെ വിശ്വാസം ഇന്ന് നമുക്ക് ലഭിക്കുന്നത്, ഇതിന്റെ നല്ലൊരു ഭാഗം നമുക്ക് തലമുറയായിട്ട്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നമ്മൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറയായിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടില് നല്ല കാറ്റും മഴയുമുള്ള, നമ്മുടെ നല്ല സ്ഥലം, നല്ല കാറ്റും മഴയുള്ള സ്ഥലമാണ്. നമ്മുടെയൊക്കെ പണ്ടുള്ളവർക്കവിടെ താമസിച്ചവരൊക്കെ നമ്മുടെ വീടിന് ചുറ്റും ഈ റബ്ബർ, മാവ്, പ്ലാവ് തുടങ്ങിയ വലിയ മരങ്ങളൊക്കെയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശിഖരം, അതിന്റെ ഒരു കമ്പ് ഒടിഞ്ഞ് വീണാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ നല്ല ഉറപ്പില്ല. ചിലപ്പോ വീടിന് കേടുപാടുകൾ സംഭവിക്കാം, ചിലപ്പോ ജീവന് തന്നെ ഹാനി വരാം. ഞാൻ ഓർക്കുന്നു, എന്റെ കുഞ്ഞുനാളില് എന്റെ അമ്മച്ചി 7 വയസ്സായപ്പോ മരിച്ചു. എന്റെ വല്യമ്മച്ചി കുഞ്ഞുനാളില് ഈ കാറ്റ് മഴയൊക്കെ വരുമ്പോ എല്ലാവരെയും വീടിന്റെ ഒരു മുകളിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ഒരു പാട്ട് പാടും. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേൻ, എന്റെ സങ്കടം അങ്ങു തീർക്കണേ. എന്റെ വലിയ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി ഇൻഷുറൻസ് ഉണ്ട്, ഓൾ സ്റ്റേറ്റസ് ഫോം ഫാർമേഴ്സ്. എന്നാൽ അന്നത്തെ കാലത്ത് ഇൻഷുറൻസുകളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. എന്നാൽ എന്റെ വല്യമ്മച്ചിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്. ജീവൻ സ്ഥിരപ്പെടുത്തുന്ന തന്റെ ദൈവത്തിന്റെ അടുത്ത്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്,
ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിതൊന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മെയ്ഡ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ മീ. 7 വയസ്സായപ്പോൾ മരിച്ച അമ്മച്ചി പറയുന്ന കാര്യം ഞാൻ ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ജീവിതം പലതും മറന്നുപോയി. ദാറ്റ് മെയ്ഡ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. ഇന്നത്തെ യുവജന സഖ്യത്തിനും യുവജനങ്ങൾക്കും ഇന്നത്തെ പ്രായമായ ആൾക്കാർ യുവജന സഖ്യത്തിൽ കടന്നുകൂടെ പോയിട്ടുള്ള മെമ്പേഴ്സിനും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഭൂമിയിലെ ഒരു നിയോഗം, ഈ ദൈവവചനത്തിന്റെ ദൈവം പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് യുവജന സംഖ്യ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മറ്റനേക പോഷക ഘടകങ്ങളുണ്ടല്ലോ, അതിലൊക്കെയും വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകും. കർത്താവ് ഈ ബൈബിളില് പല സന്ദർഭങ്ങളിൽ രോഗത്തിന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. സൗഖ്യം കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, വിശ്വാസമുള്ളവർക്കാണ് സൗഖ്യം കൊടുത്തത്. നമുക്കൊരു 1-2 ഉദാഹരണങ്ങൾ നോക്കാം. കനാനി സ്ത്രീയോട് നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ, മുടവനോട് നിന്റെ വിശ്വാസം വലുത്, നിനക്ക് സൗഖ്യമാകട്ടെ. കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി ശതാധിപനോട് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു ലോങ് ഡേ ആണല്ലോ, സമയപരിമിതി കൊണ്ട് ചുരുക്കത്തിൽ പറയാം. നമുക്ക് ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ജീവനെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്ന്, വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. പണ്ട് കാലങ്ങളിൽ പള്ളിയിൽ പോകണമെങ്കിൽ മൈലുകളോളം നടക്കണം, കടവിൽ ചെന്ന് ചിലപ്പോൾ കാത്തു നിൽക്കണം, ഒരു തോണി കയറിയിട്ട് വേണമായിരിക്കും വചനം കേൾക്കാനായിട്ട് പള്ളിയിലേക്ക് പോകാൻ. ഇന്ന് the information is at your fingertips. Just turn on your iPhone or iPad or whatever you might have, your smartphone. Go to YouTube, blogs, Christian websites. The information is right there. അതുകൊണ്ട് നമ്മൾക്ക് എക്സ്ക്യൂസ് ഇല്ല. ഇൻഫർമേഷൻ എനിക്കില്ലായിരുന്നു. പണ്ടത്തെ തലമുറയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു എക്സ്ക്യൂസ് പറയാൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അതേപോലെ തന്നെ അന്ന് കൺവെൻഷനിലൊക്കെ പോകുന്നത് വളരെ ദൂരെയാണ്, വർഷത്തിലൊക്കെ ഒരു ആഘോഷം പോലെയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദൈവം തന്നതാണെന്ന് മറക്കാതിരിക്കുക, ആ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗപ്പെടുത്തുക, ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. പള്ളിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും പരമാവധി പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പഠിക്കാനായി സൺഡേ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. 2, സാക്ഷ്യം പറയുക. പള്ളിയിലും കൺവെൻഷനിലും ഒക്കെയും സാക്ഷ്യം പറയണം. എന്നാൽ അതുകൊണ്ട് മാത്രം നിർത്താതിരിക്കുക. നിങ്ങൾ ജോലിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ യു മൈറ്റ് ബി ട്രാവലിംഗ് സംവെയർ, സിറ്റിംഗ് ഇൻ എ ഫ്ലൈറ്റ് ഓർ ഇൻ എ ട്രെയിൻ. അപ്പോ യു മൈറ്റ് സ്ട്രൈക്ക് എ കോൺവെർസേഷൻ വിത്ത് യുവർ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു യു. അപ്പോ എനിക്ക് ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുക, ഈ തന്നിരിക്കുന്നതൊക്കെയും ദൈവം എനിക്ക് തന്നതാണ് എന്നുള്ള കാര്യം മറക്കാതെയും അത് പറയുവാൻ ശ്രമിക്കുകയും ചെയ്യുക. മേക്ക് എ ചേഞ്ച് ഇൻ സംബഡി എൽസസ് ലൈഫ്. 3, ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. നമ്മളെ കാണുമ്പോൾ ഒരു നല്ലൊരു വ്യക്തി ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അയാളെ കണ്ടാൽ നാച്ചുറലി ചോദിക്കും, ആർ യു എ ക്രിസ്ത്യൻ? ബിക്കോസ് ദാറ്റ്സ് വാട്ട് യു ആർ ലിവിംഗ് ബൈ. നമ്മളെ ആരെയെങ്കിലും കണ്ടിട്ട്, ഇവിടുത്തെ സെന്റ് പോസിലെയല്ല, പല ആൾക്കാരെയും കണ്ടിട്ട് ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ മറ്റാരോടും പറഞ്ഞിട്ട് സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക. Am I living like a Christian? Am I sustaining my life? പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, സാക്ഷ്യം പറയുക, ക്രിസ്തീയ മാതൃകയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വചനങ്ങളാൽ ജീവൻ സ്ഥിരപ്പെടുത്തുന്ന വിശ്വാസത്താൽ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്